നമസ്കാരം. ജനങ്ങൾക്ക് പ്രയോജനമുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കോൺഗ്രസിന് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല. എന്നാലും പദ്ധതികൾ മെനയാനും അതൊക്കെ 8 നിലയിൽ പൊട്ടിക്കാനും കോൺഗ്രസ് കാണിക്കുന്ന മിടുക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. ഇപ്പോഴിതാ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ സുപ്രധാന തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ നിർണായക നേതൃയോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇന്ന് ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. പാർട്ടിയിൽ കാര്യമായ നവീകരണം ഉണ്ടാകുമെന്നും ചില സുപ്രധാന മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും തന്നെയാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗവും തുടർന്ന് അടുത്ത ദിവസം അഹമ്മദാബാദിൽ ഒരു സമ്പൂർണ്ണ പാർട്ടി കൺവെൻഷനുമാണ് നടക്കുന്നത്. ഈ വർഷം അവസാനം മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ചക്രത്തിന് മുന്നോടിയായി പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന കാര്യം ഉൾപ്പെടെ പാർട്ടി നേതൃത്വം സജീവമായി പരിഗണിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. എന്നാൽ ഈ വിവരം പുറത്തു വന്നതോടെ വ്യാപകമായ പ്രതിഷേധമാണ് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നത്. മാവേലിയെ പോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വരുന്ന പ്രിയങ്കയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നതിൽ അണികൾക്ക് പോലും എതിർപ്പാണ്. ഇതാണിപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം സംഘടനാ ശക്തികളുടെ കേന്ദ്രീകരണം, സഖ്യ മാനേജ്മെന്റ്, പൊതുജന സമ്പർക്കം വർദ്ധിപ്പിക്കൽ എന്നിവയായിരിക്കും അഹമ്മദാബാദിലെ ചർച്ചകളുടെ കാതൽ. ഇവയെല്ലാം ചർച്ച ചെയ്യുകയും യോഗം അംഗീകരിക്കുന്ന പ്രമേയങ്ങളുടെ പ്രധാന ഘടകങ്ങളായിരിക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. 6ഓളം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രിയങ്കയെ കൂടുതൽ ഉത്തരവാദിത്വം നൽകി അവരോധിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രധാന സംസ്ഥാനത്തിന്റെയോ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് പ്രവർത്തന ചുമതലയോ പ്രിയങ്കയ്ക്ക് നൽകാനുള്ള സാധ്യതയെക്കുറിച്ച് ചില അടുത്ത വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി നിലവിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും പ്രത്യേക ചുമതല ഇവർക്ക് നൽകിയിട്ടില്ല. എന്നാൽ മുൻകാല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ഹിമാചൽ പ്രദേശിലും അവർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിയിലെ അവരുടെ കൃത്യമായ ഉത്തരവാദിത്തം ഇപ്പോഴും അനിശ്ചിതത്വത്തിലായിരുന്നു. ഗുജറാത്തിൽ ഉൾപ്പെടെ പാർട്ടിയുടെ സ്വാധീനം തിരിച്ചുപിടിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കോൺഗ്രസ് 2 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ ഇന്ത്യ സഖ്യം BJP പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ പറഞ്ഞതിന് BJP തന്നെ കൃത്യമായ മറുപടി നൽകി. അതിനുശേഷം സംസ്ഥാനത്ത് പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ സജീവമാണ്. എന്നാൽ എന്തൊക്കെ ചെയ്താലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഈ ഗാന്ധി കുടുംബത്തിന് കഴിയില്ല എന്നുള്ളതാണ് സത്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.